ബി.ജെ.പി. സർക്കാരിന്റെ വർഗീയ നയങ്ങൾ അതേപടി പകർത്തുകയാണ് CPM. ഇതോടെ ഇനി മുതൽ ഞങ്ങളില്ല കൂടെ എന്ന നിലപാടിലേക്കാണ് CPI എത്തിച്ചേരുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI പോര് കനത്തിരിക്കുകയാണിപ്പോൾ. മുന്നണിയിൽ പുല്ലുവില പോലും ലഭിക്കാതെ അടിയാളരെ പോലെ CPMന്റെ അടുക്കളത്തളത്തിൽ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് CPM. എന്നാൽ CPMന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് പദവികളോടുള്ള ആർത്തിയും ആദർശങ്ങളോടുള്ള വഞ്ചനയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2 തുടർഭരണം ലഭിച്ച ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോൾ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമാകാൻ പോകുന്നത്. നട്ടെല്ലില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായുള്ള ദയനീയമായ പോരാട്ടമാണ് ഇത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച ആ സംഭവം അതിനിർണായകം തന്നെയായിരുന്നു. ഇടതുമുന്നണി അതിന്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ഒറ്റയാൾ പട്ടാളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കേരളത്തിന്റെ ഭാവിയെയും ഒരുപോലെ കുഴിച്ചുകൂടാൻ ഒരുങ്ങുന്നു. ഈ മുന്നണി ഉടൻ തല്ലിപ്പിരിയുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവർ ഇനി നടത്താൻ പോകുന്നത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമായുള്ള ഒരു രാഷ്ട്രീയ നാടകം തന്നെയായിരിക്കും. 2 തുടർഭരണം ഈ ഭരണകൂടത്തിന് നൽകിയത് അതിരുകളില്ലാത്ത അഹങ്കാരമാണ്. ആ അഹങ്കാരമാണ് CPI പോലെയുള്ള ഒരു പാർട്ടിയെ പരസ്യമായി അപമാനിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നടന്ന ചതിയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഇത് വെറും ഒരു ഭരണപരമായ പാളിച്ചയായി കാണരുത്. ഇത് ഈ മുന്നണിയുടെ ആദർശപരമായ തകർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതയാണ്. മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ഈ നിലപാടുകൾ കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണത്തിലേക്കായിരിക്കും. ഇതോടെ ജനാധിപത്യപരമായ ചർച്ചകൾ ഇല്ലാതാവുകയും മന്ത്രിസഭയിൽ പോലും സുതാര്യത നഷ്ടമാവുകയും ചെയ്യുമ്പോൾ അവിടെ തകരുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തകരുമ്പോൾ ഭരണത്തിന്റെ അടിത്തറ ഇളകും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് തുടർഭരണം ലഭിക്കുന്നത്. അതിന്റെ അമരത്ത് ഇരിക്കുന്നതാകട്ടെ CPMും. ഇത് CPMനെ ഒരു തരം അലംഭാവത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കുമാണ് കൊണ്ടെത്തിച്ചത്. ഈ അധികാരം ഭരണപരമായ ജനാധിപത്യത്തെ ഇല്ലാതാക്കി ഏകാധിപത്യത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി തീരുമാനങ്ങൾ താൻ ഒറ്റയ്ക്കെടുക്കും എന്നൊരു മനോനിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. മുന്നണി ചർച്ചകൾ ഇപ്പോ പേരിന് മാത്രമായിരിക്കുന്നു. മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്തം എന്നത് കേവലം കടലാസിൽ ഒതുങ്ങി. അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് CPI. ഒരു സുപ്രധാന കരാറിൽ ഒപ്പിടുന്നു. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. ചോദ്യം ചോദിച്ച മന്ത്രിയെ അപമാനിക്കുന്നു. കെ രാജൻ എന്ന മന്ത്രിക്ക് താൻ മന്ത്രിസഭയിൽ പരിഹാസ്യനായി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് ഈ സർക്കാരിന്റെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു മന്ത്രിയെ, സ്വന്തം സഖ്യകക്ഷിയെ ഇരുട്ടിൽ നിർത്തുന്നത് ഏതുതരം ജനാധിപത്യമാണ്? 2 തുടർഭരണം നൽകിയ അമിത ആത്മവിശ്വാസം മുഖ്യമന്ത്രിയെ എത്തിച്ചത് മുന്നണിയിലെ മറ്റുള്ളവരെ തനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയിലാണ്. CPIയെ അറിയിക്കാതെ തന്ത്രപരമായി PM ശ്രീ കരാർ ഒപ്പിട്ടുവെന്ന് കെ രാജൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. മന്ത്രിസഭയിൽ ഈ വിഷയം ഉയർത്തിയിട്ട് പോലും ഒപ്പിട്ട കാര്യം മറച്ചു വെച്ചതിന് പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം? CPIയെ മനഃപൂർവ്വം ഒഴിവാക്കുക, അവരുടെ പ്രതിഷേധത്തെ നിസ്സാരമാക്കുക, പ്രതിപക്ഷം ഉന്നയിക്കുന്ന BJP CPM അന്തർധാര LDFിലെ രണ്ടാമത്തെ സഖ്യകക്ഷി പോലും കാണുന്നുവെന്നത് നിർണായകമാണ്. BJP സർക്കാരിന്റെ വർഗീയ നയങ്ങൾ പകർത്തിയാൽ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന CPIയുടെ താക്കീത് മുഖ്യമന്ത്രിയുടെ നേർക്കാണ്. സ്വന്തം മുന്നണിയിലെ നേതാവിൽ ഇത്രയും വലിയ സംശയം ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടം എങ്ങനെ സുസ്ഥിരമാകും? ഈ ഏകാധിപത്യ ശൈലി കേരളത്തെ മുടിപ്പിക്കും. ഇതോടൊപ്പം CPIയിലെ പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ട്. മന്ത്രിമാരിലെ ഭിന്നതയും ഇതാണ് സൂചിപ്പിക്കുന്നത്. കെ രാജൻ കടുത്ത നിലപാടിലായിട്ടും മറ്റ് മന്ത്രിമാരെ രാജിക്ക് താല്പര്യമില്ലാത്തവരാണ്. കാരണം ആദർശത്തെക്കാൾ വലുത് അധികാരത്തിന്റെ കസേരകളാണ്. ഈ നിലപാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളം തിരിച്ചറിയണം. പിണറായി വിജയന്റെ ഈ ഏകാധിപത്യം തുടർന്നാൽ ഈ മുന്നണിക്ക് അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. CPI നൽകിയ സമയപരിധി നവംബർ 4-നാണ്. അതിനു മുൻപ്
ധാരണാപത്രത്തിൽ നിന്നും പിൻവാങ്ങുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകണം. CPM പക്ഷം പറയുന്നു ചെയ്തതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. ഇനി എന്തു വേണമെന്ന് കൂട്ടായി ആലോചിക്കാം. ഈ തണുപ്പൻ മറുപടി CPIക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം അവർക്ക് മുന്നണി വിടാൻ ധൈര്യമില്ല. ഈ ആലോചന എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ ഉറപ്പിക്കാനുള്ള വിലപേശലിന് വേണ്ടിയുള്ള സമയം നീട്ടിക്കൊടുക്കൽ മാത്രമാണ്. 2 തുടർഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണകൂടത്തിന്റെ നിലപാടും നിലവാരമില്ലായ്മയും തിരിച്ചറിഞ്ഞതാണ്. ഇനി ഈ നാടകം അധിക നാൾ മുന്നോട്ടു പോകില്ല. CPM-CPI പിളർപ്പ് ഒരു യാഥാർത്ഥ്യമാകും. പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വൈകും. നിലപാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. അധികാരത്തോടുള്ള ആർത്തിയും ഏകാധിപത്യവും ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.